പ്രിയപ്പെട്ടവരെ, ഈ അടിമാലിയിൽ ദേശീയപാത അതോറിറ്റിയുടെ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ടവർ വീണ്ടും അനിശ്ചിതകാല സമരം തുടങ്ങുകയാണ്. മണ്ണിടിച്ചിലിൽ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട 8 കുടുംബങ്ങളാണ് മണ്ണിടിഞ്ഞ പ്രദേശത്ത് രാവിലെ മുതൽ സമരം നടത്തുന്നത്. 23 കുടുംബങ്ങൾക്കാണ് വീടുള്ള പ്രദേശത്തു നിന്നും മാറി താമസിക്കേണ്ടി വന്നത്. ആൽവിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. ആൽവിൻ, എന്താണ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എന്താണ് അവിടെ നിലവിലെ സാഹചര്യം? ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് സേതു. നമ്മൾ 2 ആഴ്ച മുമ്പ് ഈ അടിമാലിയിലെ മണ്ണിടിച്ചിൽ പുനരധിവാസം പാളി എന്നുള്ള ഒരു വാർത്ത നമ്മൾ നൽകിയിരുന്നു. അത് നമ്മൾ നൽകിയത് ഇവരുടെ രേഖാമൂലമുള്ള അവർക്ക് നൽകിയ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു. അവർക്ക് ലഭിക്കേണ്ട വാടക പോലും കഴിഞ്ഞ 4 മാസമായി മാറി താമസിച്ച് ലഭിക്കേണ്ട വാടക പോലും ലഭിക്കാത്ത സ്ഥിതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരുടെ പുനരധിവാസം പാളിയിട്ടുണ്ട്. ഏതാണ്ട് 23 കുടുംബങ്ങളെ ഇതാണ് ഈ വലിയ മണ്ണിടിച്ചിൽ അടിമാലിയിൽ കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പുണ്ടായ വലിയ മണ്ണിടിച്ചിൽ. നമ്മൾ ആ പ്രദേശത്ത് തന്നെയാണ് ഉള്ളത്. അവർ വീണ്ടും സമരമുഖത്തേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാവുന്നതുപോലെ കൊച്ചു കുട്ടികളുമായി അടക്കം കൈക്കുഞ്ഞുങ്ങളുമായി അടക്കം അവർ സമരത്തിലേക്ക് വീണ്ടും വന്ന് ആ ദുരന്ത ഭൂമിയിൽ തന്നെ വന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവർക്ക് പല ഉറപ്പുകൾ സർക്കാർ നൽകിയിരുന്നുവെങ്കിലും ജില്ലാ ഭരണകൂടം നൽകിയിരുന്നുവെങ്കിലും അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിമർശനമായി അവർ പറയുന്നത്. നേരത്തെ ജില്ലാ കളക്ടറടക്കം ജനപ്രതിനിധികളടക്കമുള്ള ആളുകളുമായി ദേശീയപാത അതോറിറ്റിയും ചർച്ച നടത്തിയിരുന്നു. ഇതിൽ ദേശീയപാത അതോറിറ്റിയുടെ പാളിച്ച മൂലമാണ് ഈ വലിയ അപകടം, നിർമ്മാണത്തിനുണ്ടായിരുന്ന അപാകത മൂലമാണ് ഈ വലിയ അപകടം ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് നേരത്തെ കണ്ടെത്തിയിരുന്നത്. അത് വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനയിൽ അത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ നമുക്ക് കാണുന്ന ഇവർ ഇരിക്കുന്നതിന് തൊട്ടു താഴെയാണ് ലക്ഷം വീട് കോളനി. അവിടെയാണ് ഇവർ താമസിച്ചിരുന്നത്. അവിടേക്കാണ് മുകളിൽ നിന്നുള്ള വലിയ മണ്ണ് വന്ന് അടിഞ്ഞു വീഴുകയും ഒരു മരണം സംഭവിക്കുകയും അതോടൊപ്പം തന്നെ ബിജു എന്നാൽ മരിക്കുകയും ബിജുവിൻ്റെ ഭാര്യയുടെ കാൽ മുറിച്ചു കളയേണ്ട അവസ്ഥയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ അത്രത്തോളം വലിയ മണ്ണിടിച്ചിലാണ് അന്ന് 8 മാസം മുമ്പ് ഉണ്ടായത്. അന്ന് അതിനുശേഷമുള്ള പല ദിവസങ്ങളിലായി ഇവരുടെ ആവശ്യങ്ങൾ ഇവർ ജില്ലാ ഭരണകൂടത്തിൽ പറയുകയും വ്യക്തമാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് അനുകൂല തീരുമാനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് ചേച്ചി വീണ്ടും സമരത്തിലേക്ക് വരാൻ കാര്യം? ഞങ്ങൾ ഇപ്പോൾ 2ാം ഘട്ട സമരത്തിലേക്കാണ് ഇറങ്ങുന്നത്. ഇതിന് 3-4 മാസം മുന്നേ ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ ഓരോ വാക്കുകൾ പറഞ്ഞ് ഇവിടെ വീണ്ടും ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. കളക്ടർ പറഞ്ഞ വാക്കുകളും ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ഓരോ വാക്കുകളിലും ഒരു വാക്ക് പോലും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളെ എന്തുകൊണ്ട് ഇങ്ങനെ അവഗണിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. 4 മാസമായിട്ട് ഞങ്ങൾക്ക് വാടക കിട്ടുന്നില്ല. ഈ വാടകയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങാത്ത ഒരു സർക്കാർ ഇതുപോലും ഈ അടിമാലി പഞ്ചായത്തിൽ ഇല്ല. നിലവിൽ ഞങ്ങൾക്ക് നീതി കിട്ടിയേ തീരൂ. ഞങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ വന്നിരിക്കുക കാരണം ഈ ദുരന്തം ആണ് ഞങ്ങൾ ഈ വഴിയിൽ തെരുവിലിറക്കിയത്. ഈ ദുരന്തം തന്നെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. ഞങ്ങൾക്കിതിനൊരു തീരുമാനം വരാതെ ഞങ്ങൾ ഇനി ഒരടി പിന്നോട്ട് മാറില്ല. നഷ്ടമായ അവസ്ഥയിലാണല്ലോ. അപ്പോൾ വീടിൻ്റെ കാര്യത്തിൽ എന്താണ് ഉറപ്പ് നൽകിയത്? വീടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കളക്ടറുടെ ഭാഗത്തു നിന്ന് 27 കുടുംബങ്ങളെ പരിഗണിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ അന്നത്തെ സമരം അവസാനിപ്പിച്ച് പോകുന്നത്. ഇപ്പോൾ പുതിയ റിപ്പോർട്ട് കളക്ടർ കൊടുത്തേക്കുന്നത് ആ 27 കുടുംബങ്ങളിൽ നിന്ന് 9 കുടുംബങ്ങളാക്കി ചുരുക്കിയേക്കുവാണ്. ഇതിനകത്ത് ഈ കൊടുത്ത റിപ്പോർട്ടിൽ ഒരുപാട് ക്രമക്കേടുകൾ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ക്രമക്കേടുകൾ വന്നിട്ടുണ്ട്. അതിനെ ചൂണ്ടിക്കാണിച്ച് കളക്ടർക്കെതിരെ ഞങ്ങൾ സമരത്തിൽ ആഹ്വാനം ചെയ്ത് ഇറങ്ങിയേക്കുവാണ്. ഏതായാലും ഇവിടുന്ന് ഇനി സമരം തുടരുമെന്ന് തന്നെയാണ്, ഇത് പിന്നോട്ട് പോയില്ല എന്നാണ് അല്ലേ? ഉറപ്പായും ഞങ്ങളിവിടെ എന്തോരം മഴ പെയ്താലും മണ്ണിടിഞ്ഞ് ഞങ്ങൾ മണ്ണിൻ്റെ അടി പോയാലും ഞങ്ങൾ പോവില്ല. എന്നാന്ന് വെച്ചാൽ ഈ സ്കൂളിൽ ഇവിടുന്ന് ഞങ്ങളെ റെഡ് സോൺ അറിയിച്ച് വില്ലേജ് ഓഫീസറും മറ്റേ നമ്മുടെ പഞ്ചായത്തിലെ സെക്രട്ടറിയും എല്ലാവരും കൂടെ വന്നാണ് ഞങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കി സ്കൂളിലേക്ക് മാറ്റിവിട്ടത്. അവിടെ വെച്ച് കലക്ടർ ഞങ്ങൾക്ക് പരിപൂർണ വാക്ക് തന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടുന്ന് മാറാൻ കാരണം. 27 കുടുംബത്തിനും വീട് സ്ഥലവും 6 മാസത്തിനുള്ളിൽ ഞാനപ്പോൾ എടുത്തു ചോദിച്ചു കലക്ടറോട് എത്ര മാസമാകുമെന്ന് എടുത്തു ചോദിച്ചതിന് പുള്ളിക്കാരൻ പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് EKK ആയിട്ട് ഞങ്ങൾ സംസാരിച്ച് വീട് സ്ഥലവും ഉറപ്പായും തരുമെന്നും പറഞ്ഞ് അന്ന് ഞങ്ങൾ അവിടുന്ന് ഒഴിവാക്കി. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ റാഡിൻ്റെ മുമ്പിലും പോയി അവിടെയും ഞങ്ങൾ സമരം വെച്ചപ്പോഴും ADM സാറിനെ പറഞ്ഞു വിട്ട് അവിടുന്ന് ഞങ്ങൾ ഒഴിവാക്കി. ഇങ്ങനെ ഞങ്ങളെ വഞ്ചിക്കരുതെന്നേ ഞങ്ങൾ പറയണുള്ളൂ. ഞങ്ങൾ വഞ്ചിച്ചാൽ ഞങ്ങൾ എവിടെ പോകും? ഇത് ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ. ഇവർ EKK-ക്കാർ കയ്യിൽ നിന്നും വന്ന അബദ്ധമല്ലേ. അപ്പോൾ ഈ ഗവൺമെൻറ് EKK-ക്കാരുമായിട്ട് ഇടപെട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്കുള്ള അവകാശം മേടിച്ചു തരാത്തത്? ഈ കലക്ടർ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും വാക്ക് തന്ന് ഞങ്ങളെ പറ്റിച്ച് നടക്കുന്നത്? ഈ 3 ആഴ്ചയ്ക്ക് മുമ്പ് ഈ കലക്ടർ ഇവിടെ വന്നിരുന്നു.
കലക്ടർ വന്നിരുന്നു, MLA വന്നായിരുന്നു, സബ് കലക്ടർ വന്നായിരുന്നു. അപ്പോൾ താഴെയുള്ള ആൾക്കാർ ഈ ദുരന്തം ബാധിച്ചവർ 3-4 പേര് മേളിൽ കയറി വന്ന് കലക്ടർ സാറോട് ചോദിച്ചു, ഈ 8 വീട്ടുകാർക്ക് വീട് സ്ഥലവും ഉള്ളോ, ഞങ്ങൾക്കില്ലേന്ന് ചോദിച്ചു. അപ്പം സാറ് പറഞ്ഞത് അല്ല, 27 കുടുംബത്തിനും ഉണ്ട്, അത് ഞാൻ വാക്ക് തരുവാണെന്ന് പറഞ്ഞു. എന്തിന് ഈ പാവങ്ങളെ ഈ സാറ് പറ്റിച്ച് നടക്കണോ? അതാണ് ജില്ലാ ഭരണകൂടത്തിനെതിരെയാണ് സേതു വലിയ വിമർശനം അവർ ഉന്നയിക്കുന്നത്. നമുക്ക് കാണാവുന്നത് പോലെ തന്നെ വലിയ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം എന്ന് പറയുന്നത് ഈ ദേശീയപാതയ്ക്ക് നേരെ ഓപ്പോസിറ്റായ സ്ഥലമാണ്. ഇപ്പോഴും അവിടെ അപകടാവസ്ഥ തന്നെയാണ് ഉള്ളത്. ഏത് സമയത്തും ഒരു ശക്തമായ മഴ പോലും പെയ്താൽ ആ വലിയ മണ്ണിടിച്ചിൽ അത് തുടരാനുള്ള സാഹചര്യം ഇനിയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അവർക്ക് എത്രയും വേഗം അവരുടെ പുനരധിവാസം നടപ്പാക്കണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം നടത്തണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകില്ല, സമരത്തിൽ തന്നെ സമരം ഞങ്ങൾ തുടരും. ഞങ്ങൾക്ക് വീട് കിട്ടണം, പോകില്ല. അതാണ് പ്രായമായവരും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ഇന്നു മുതൽ വീണ്ടും സമരത്തിലേക്ക് പോവുകയാണ്. ഇവരുടെ കരാർ കമ്പനി മുന്നോട്ട് പോവുകയാണ്. പ്രദേശവാസികൾ അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നത് വരെ, അവരുടെ ആവശ്യങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു.